റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരും. അങ്ങനെ ഓരോ മേഖലകളിലുള്ള ആൾക്കാരാണ് ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രൊഡക്റ്റ് യാത്രയോ അല്ലെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ഞാൻ പേഴ്സണലി രണ്ടുപേരോടും ഈ നിങ്ങളുടെ ഈ ആഹാ റേഡിയോയില് നിങ്ങളെ നമ്മുടെ ഈ ആഹാ റേഡിയോയില് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഉണ്ട്? മാറിയും തിരിഞ്ഞു പിന്നെ 3 മക്കളോടെ അതിനാണ് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ ആകെ വരുന്നതിനേക്കാളും മുമ്പ് മറ്റൊരു സാധനം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ചെറിയ ഒരു സാധനം എന്റെ കാനഡ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയായിരുന്നു എന്റെ കാനഡ? വലിയൊരു വഴിയായിരുന്നു. കാരണം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമില് നമ്മുടെ കാനഡയിലെ യൂത്തിനൊക്കെ ഭയങ്കര ഒരുപാട് ടാസ്കുകൾ കൊടുത്തു പോകുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് എന്റെ കാനഡ. എന്താണ് എന്റെ കാനഡ? എന്റെ കാനഡ ബേസിക്കലി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അത് സോഷ്യൽ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തത്. അത് ജസ്റ്റ് ബേസിക്കലി നമ്മൾ ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക, ആൾക്കാരായിട്ട് എന്താ പറഞ്ഞ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ്. ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അതിനുണ്ടായിട്ടുള്ളത്. നല്ല വ്യൂവേഴ്സും ഉണ്ട്, നല്ല ട്രാക്ഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കാറുണ്ട്, നമ്മൾ ന്യൂസ് അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഒരു ദിവസം നമ്മളൊരു ഒരു റെസിപ്പി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് വരുമ്പോഴേക്കും വേറൊരു എന്താ പറയുക നമുക്ക് ഒരു ഇൻഫർമേഷൻ ആയിരിക്കും, സയന്റിഫിക് ഇൻഫർമേഷനോ ഹിസ്റ്റോറിക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. ഒരു ദിവസം വന്നിട്ട് നമുക്ക് പിന്നെയുള്ളത് ഒരു ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ട്രാവൽ റിലേറ്റഡ് കുറച്ചൊക്കെയാണ്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ അത് കാരണം അങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷൻ. പിന്നെ ന്യൂസ് അപ്ഡേറ്റ് നമ്മുടെ ഇവിടെ ഇറങ്ങുന്നത് വിത്തിൻ ടൊറന്റോ ആയിട്ടുള്ളതും കാനഡ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ന്യൂസും നമ്മൾ അപ്ഡേറ്റ്. അതെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ന്യൂസ് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല, പ്രൊമിനന്റ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ല ട്രാക്ഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതിൽ നിന്നാണ് ഒരു പരിധി വരെ ഈ നമ്മുടെ FM-ലേക്കുള്ള ഒരു യാത്ര തുടങ്ങിയത് എന്റെ കാനഡയിൽ നിന്നുള്ള. അതുപോലെ തന്നെ പലപ്പോഴും നമ്മള് കേട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് അങ്ങനെ ഒരു പ്രസ്ഥാനം എനിക്ക് ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ RJ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു മീഡിയ ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടൻ സംസാരിക്കാണ്ട് ചേട്ടൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന് RJ ആവാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അതിലാണോ ഇത് എത്തിയത്? കാരണം നമ്മൾ സാധാരണ ഇത്രയും നിങ്ങളിപ്പോ എടുക്കുന്ന പാഷൻ എന്ന് പറയുന്നത് അതിനോട് കാണിക്കുന്ന ഒരു കൂറ്, അത് ഉള്ളിൽ എവിടെയോ നിങ്ങൾക്ക് അത്രയും അത് ഡീപ്പ് ആയതുകൊണ്ടാണ്, അല്ലാതെ ബിസിനസ് മൈൻഡ് അല്ലായിരുന്നു നമ്മൾ കാണുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു കലയാകും, കാരണം അതിലൊരിക്കലും അത് അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളുടെ ഉള്ളിലൊരു പാഷൻ ആയിരിക്കും. അപ്പം ഇത്ര നേരത്തെ സംസാരത്തിൽ എനിക്ക് തോന്നിയത് ചേട്ടൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നാളെ ഒരിക്കലും ഇവിടെ ഒരാൾ ഇല്ലാതെ വന്നാൽ ധൈര്യമായിട്ട്